കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇക്വേഷൻ ഫോം ചെയ്തിട്ടും നമ്മളെ മനസ്സിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് ആൾജിബ്രൈക് മെത്തേഡിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ആൾജിബ്രൈക് മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 41-ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 41-ാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യം, the perimeter of a rectangle is 80 meters and its length is 1 more than twice the breadth. What are its length and breadth? കുറച്ച് മനസ്സിലായോ? പെരിമീറ്റർ എന്നാൽ ചുറ്റളവ് എന്നാൽ ആകെ ലെങ്ത്, രണ്ട് ലെങ്ത്തും രണ്ട് ബ്രെഡ്ത്തും ആണ് ഒരു റെക്ടാങ്കിളിൽ ഉണ്ടാവുക. ലെങ്ത് ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത്, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ഇതിന്റെ പെരിമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ രണ്ട് ലെങ്ത് പ്ലസ് രണ്ട് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. അത് 80 മീറ്റേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ബന്ധമാണ്. ലെങ്ത് ഈസ് 1 മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിന്റെ ഇരട്ടിയുടെ എന്നാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാൾ 1 കൂടുതലാണ് ലെങ്ത്. ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് 10 ആണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും. ബ്രെഡ്ത്ത് 5 ആണ്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 പ്ലസ് 5 പ്ലസ് 10 പ്ലസ് 5. 10 പ്ലസ് 5 15 പ്ലസ് 10 25 പ്ലസ് 5 30. ഇനി അതിന്റെ ഹാഫ് എടുത്ത് നോക്കൂ. 30/2 50 എന്നാൽ 10 പ്ലസ് 5 ആണ്. എന്ന് പറഞ്ഞാൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും പെരിമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഏതൊരു റെക്ടാങ്കിളിന്റെയും പെരിമീറ്ററിന്റെ ഹാഫ് ആണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇപ്പോൾ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ ഇവിടെ നമുക്ക് പെരിമീറ്റർ 80 എന്നാണ് തന്നത്. അപ്പോൾ 80/2 ഈക്വൽ ടു 40 എന്ന് വരും. അപ്പോൾ ലെങ്ത് ഈ റെക്ടാങ്കിളിന്റെ 80/2 40. ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുമ്പോൾ 40 ആണ് കിട്ടുക. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വർഷമൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ആവശ്യം വരും. ഏതൊരു റെക്ടാങ്കിളിന്റെയും പെരിമീറ്ററിന്റെ ഹാഫ് ആണ് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്താൽ കിട്ടും. അപ്പൊ ഇന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് അതുപോലെ 40 മൈനസ് ബ്രെഡ്ത്ത്. നമുക്ക് ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് ഈക്വൽ ടു 40 മൈനസ് ബ്രെഡ്ത്ത് എന്ന് കിട്ടി. ലെങ്ത് 40 മൈനസ് ബ്രെഡ്ത്ത് ആണ്. അതുപോലെ രണ്ടാമത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇറ്റ്സ് ലെങ്ത് ഈസ് 1 മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്. 1 മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്. ട്വൈസ് ദ ബ്രെഡ്ത്ത് പറയുമ്പോൾ ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ ട്വൈസ് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2b. 1 മോർ ദാൻ പറയുമ്പോൾ പ്ലസ് 1. 2b പ്ലസ് 1 ആണ് ട്വൈസ് ദ ബ്രെഡ്ത്തിനേക്കാൾ 1 മോർ ദാൻ എന്ന് പറഞ്ഞാൽ അത് ലെങ്ത്തിന് ഈക്വൽ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 40 മൈനസ് ബി ആണ്. 40 മൈനസ് ബി ആണ് ഇക്വേഷൻ വരിക. ബ്രെഡ്ത്ത് ഈസ് ട്വൈസ് 1 മോർ ദാൻ ട്വൈസ് ദ ബ്രെഡ്ത്ത്. 2b പ്ലസ് 1 ഈക്വൽ ടു ലെങ്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 40 മൈനസ് ബി ആണ്. കാരണം 80 ആണ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. അതിൽ നിന്ന് നമുക്ക് ലെങ്ത് പറഞ്ഞാൽ 40 മൈനസ് ബി എന്ന് കിട്ടി. അപ്പൊ ആ രണ്ട് കാര്യത്തിനും കൂടി 2b പ്ലസ് 1 ഈക്വൽ ടു 40 മൈനസ് ബി എന്ന ഇക്വേഷൻ കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് ബി ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക, സംഖ്യകളൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ ഈ മൈനസ് ബിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക ആദ്യം. ഇപ്പൊ 2b പ്ലസ് 1 ഇവിടെ ഉണ്ട്, മൈനസ് ബി കൊണ്ട് കൊണ്ടുവന്നാൽ പ്ലസ് ബി ഈക്വൽ ടു 40. ഇവിടെ 40 ആണുള്ളത്. ഈ പ്ലസ് 1 കൂടി റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ 2b പ്ലസ് ബി ഈക്വൽ ടു 40 പ്ലസ് 1 റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് 1 ഈക്വൽ ടു 2b പ്ലസ് ബി 3b. ബി പറഞ്ഞാൽ 1b ആണ്. 2b പ്ലസ് 1b 3b ഈക്വൽ ടു 40 മൈനസ് 1 39. Therefore b ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു 39 into 3 റൈറ്റ് സൈഡിൽ കൊണ്ടുവരിക ബൈ 3 ഈക്വൽ ടു 13 മീറ്റേഴ്സ് എന്ന് കിട്ടും. ബ്രെഡ്ത്ത് ഈക്വൽ ടു 13 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് ലെങ്ത്തും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് നമുക്കറിയാം 40 മൈനസ് ബി ആണ്. അപ്പോൾ ലെങ്ത് എൽ ഈക്വൽ ടു 40 മൈനസ് ബി ഈക്വൽ ടു 40 മൈനസ് ബിക്ക് എന്ത് കൊടുക്കാം? 13 കൊടുക്കാം. 40 മൈനസ് 13 ഈക്വൽ ടു 27 മീറ്റർ. 27 മീറ്റർ.
നമുക്ക് ലെങ്ത് 27 മീറ്റർ എന്നും ബ്രെഡ്ത്ത് 13 മീറ്റർ എന്നും കിട്ടി. ഇത് ശരിയാണോ നോക്കാം. നമുക്ക് ഇതിന്റെ പെരിമീറ്റർ നോക്കാം. പെരിമീറ്റർ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഇൻറ്റു 2 ചെയ്താലും മതി. 27 പ്ലസ് 13 ഈക്വൽ ടു 40 40 ഇൻറ്റു 2 ഈക്വൽ ടു 80 മീറ്റർ. പെരിമീറ്റർ 80 ആയി. ഇനി ലെങ്ത് 27 ആണ്. 27 എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ ബ്രെഡ്ത്തിനേക്കാൾ 1 കൂടുതൽ. ട്വൈസ് ദ ബ്രെഡ്ത്ത് പറയുമ്പോൾ 2 ഇൻറ്റു ബ്രെഡ്ത്ത് 30 പ്ലസ് 1 ആണ് നോക്കാം. 2 ഇൻറ്റു 30 26 പ്ലസ് 1 ഈക്വൽ ടു 27. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം എ പോയിന്റ് ഓൺ എ ലൈൻ another line is to be drawn such that the angle on one side is 50 degree more than the angle on the other side. How much is the smaller angle? From a point on a line, ഒരു ലൈന് അതിലെ ഒരു പോയിന്റിൽ വേറൊരു ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ രണ്ട് ആംഗിൾ ഉണ്ടാക്കും. ഒരു ആംഗിൾ ഇതും ഒരു ആംഗിൾ ഇതിന്റെ ഇപ്പുറത്തുമായിട്ട് രണ്ട് ആംഗിൾ ഉണ്ടാക്കും. ഇത് നമ്മൾ പഠിച്ചതാണ്. ലീനിയർ പെയർ എന്നാണ് ഇതിനെ പറയാം. ലീനിയർ പെയർ ആയിട്ട് രണ്ട് ആംഗിൾ ഉണ്ട്. അതില് ആംഗിൾ ഓൺ വൺ സൈഡ് 50 ഡിഗ്രി, ഒരു സൈഡിലെ ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ 50 ഡിഗ്രി മോർ ദാൻ ദ ആംഗിൾ ഓൺ ദ അതർ സൈഡ് ഉണ്ടാവും. ഇതിലെ ഒരു ആംഗിള് സ്മോളർ ആംഗിള് എക്സ് ആണ് വിചാരിക്കുക. സ്മോളർ ആംഗിൾ ആണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. അത് എക്സ് ആണ് വിചാരിക്കുക. അപ്പോൾ മറ്റേ ആംഗിള് ഇതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ്, പ്ലസ് 50 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 50. ഇപ്പൊ എക്സ് ഡിഗ്രി ആണെങ്കിൽ അതിനേക്കാൾ 50 കൂടുതലാണ് മറ്റേ ആംഗിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആംഗിൾ എക്സ് പ്ലസ് 50 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ സ്മോളർ ആംഗിൾ ആണ് കാണേണ്ടത്, എക്സ് ആണ് നമുക്ക് ഇതിന്ന് കാണേണ്ടത്. അത് നമ്മൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ. ലീനിയർ പെയറിന്റെ പ്രത്യേകത, ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താലും 180 ഡിഗ്രി ആയിരിക്കും. ഏത് ലീനിയർ പെയർ എടുത്തിട്ട് ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താലും, എങ്ങനെ ലീനിയർ പെയർ വെച്ചാലും ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ, ഏത് ഒരു ലീനിയർ പെയറിൽ രണ്ട് ആംഗിൾ ആഡ് ചെയ്താലും എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ ലീനിയർ പെയറിന്റെ ആംഗിൾസ് ആണ് എക്സും എക്സ് പ്ലസ് 50യും. അപ്പോൾ എക്സും എക്സ് പ്ലസ് 50യും ആഡ് ചെയ്താലും നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇതിന് സോൾവ് ചെയ്യും. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 50 ഈക്വൽ ടു 180. ദാറ്റ് ഈസ് 2x. എക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ 2x ആണ് നിർത്തുക. പ്ലസ് 50 റൈറ്റ് സൈഡ് കൊണ്ടുവരിക. 180 ഇവിടെ ഉണ്ട്. മൈനസ് 50 ഈക്വൽ ടു 130. 180 50 മൈനസ് ചെയ്താൽ 130. അപ്പോൾ 2x ഈക്വൽ ടു 130. 2x ആണ് 2 ഇൻറ്റു എക്സ്. അപ്പോൾ ഇൻറ്റു 2നെ കൂടെ റൈറ്റ് സൈഡ് കൊണ്ടുപോവുക. അപ്പോൾ ബൈ 2 നോക്കും. 130 ബൈ 2 ഈക്വൽ ടു 65 ഡിഗ്രി. അപ്പോൾ ഇതിലെ സ്മോളർ ആംഗിൾ 65 ഡിഗ്രി. ഇനി ഗ്രേറ്റർ ആംഗിൾ ചോദിച്ചാൽ എക്സ് പ്ലസ് 50 ചെയ്താൽ മതി. എക്സിൽ ഈ 65 കൊടുത്താൽ 65 പ്ലസ് 50 115 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ സ്മോളർ ആംഗിൾ ഈസ് 65 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The price of a book is 4 rupees more than the price of a pen. ഒരു ബുക്കിന്റെ വില 4 രൂപ കൂടുതൽ, പെന്നിന്റെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. The price of a pencil is 2 rupees less than the price of the pen. ഒരു പെൻസിലിന്റെ വില 2 രൂപ കുറവാണ്, പെന്നിന്റെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. The total price of 5 books, 2 pens and 3 pencils is 74 rupees. ആകെ 5 ബുക്കും 2 പെന്നും 3 പെൻസിലും കൂടെ വാങ്ങിയപ്പോൾ 74 രൂപയായി. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോന്നിൻ്റെയും വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് പെന്നിന്റെ വില, ബുക്കിന്റെ വില, പെൻസിലിന്റെ വില, ഈ 3 സാധനങ്ങളുടെയും വിലകളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് ഈ ആദ്യം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees more than the price of a pen. അവിടെ നമ്മൾ പെന്നിന്റെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബുക്കിന്റെ വില പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് ദ പെൻ. അവിടെ പെന്നിന്റെ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് പെൻസിലിന്റെ വിലയും പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ കോമൺ ആയിട്ട് വരുന്ന പെന്നിന്റെ വിലയാണ്. അപ്പോൾ നമ്മൾ അത് എക്സ് ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ പെന്നിന്റെ വില let it be x rupees, x രൂപയാണെന്ന് വിചാരിക്കാം. ഇനി അത് വെച്ചിട്ട് വേണം ബുക്കിന്റെ വില എഴുതാൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബുക്കിന്റെ വില എന്താ പറഞ്ഞത്, ഈസ് 4 rupees more than the price of a pen. പെന്നിന്റെ വില എക്സ്, അതിനേക്കാൾ 4 കൂടുതൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 4 ആയിരിക്കും ബുക്കിന്റെ വില എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പെൻസിലിന്റെ വില, ഇനി പെൻസിലിന്റെ വില എഴുതാം. പെൻസിലിന്റെ വില എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓഫ് പെൻസിൽ ഈസ് 2 rupees ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആകുമ്പോൾ കുറവാണ്. ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് പെൻ. പെന്നിന്റെ വില എക്സ്, 2 rupees ലെസ് ദാൻ എന്ന് പറയുമ്പോൾ മൈനസ് ആണ് വരിക. മോർ ദാൻ എന്ന് പറയുമ്പോൾ പ്ലസ് വരും, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ മൈനസ് വരും. അത് ഓർത്തിരുന്നാൽ മതി. പെൻസിലിന്റെ വില എക്സ് മൈനസ് 2. അങ്ങനെ എക്സിൽ തന്നെ 3 സാധനങ്ങളുടെയും വില നമ്മൾ ആദ്യം എഴുതി വെക്കണം. പെന്നിന്റെ വില എക്സ് എടുത്തു, ബുക്കിന്റെ വില പെന്നിന്റെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്, അപ്പോൾ പ്ലസ് വരും, എക്സ് പ്ലസ് 4. പെൻസിലിന്റെ വില പെന്നിന്റെ വിലയേക്കാൾ 2 രൂപ കുറവാണ്, അപ്പോൾ എക്സ് മൈനസ് 2 എന്ന് വരും. ഇനി ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 ബുക്സ്. ഒരു ബുക്കിന്റെ വില എക്സ് പ്ലസ് 4 ആണെങ്കിൽ 5 ബുക്സിന്റെ വില അതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമുക്കറിയാം ഒരു ബുക്കിന്റെ വില 10 രൂപയാണെങ്കിൽ 5 ബുക്കിന്റെ വില കിട്ടാൻ 5 ഇൻറ്റു 10, 5 നമ്പർ ഓഫ് ബുക്സ് ഇൻറ്റു പ്രൈസ് ഓഫ് 1 ബുക്കാണ് വരിക. അപ്പോൾ 5 ഇൻറ്റു ബുക്കിന്റെ വില എക്സ് പ്ലസ് 4 ആണ്. അത് 2 ടേം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഒരു ബ്രാക്കറ്റ് യൂസ് ചെയ്യണം. 5 ഇൻറ്റു എക്സ് പ്ലസ് 4 ആണ്. പിന്നെ 2 പെൻസ് ആണ്. ഒരു പെന്നിന്റെ വില എക്സ് രൂപയാണ്. 2 പെൻസ് ആകുമ്പോൾ 2 ഇൻറ്റു എക്സ് 2x ആണ്. പിന്നെ 3 പെൻസിൽസ്. ഒരു പെൻസിലിന്റെ വില എക്സ് മൈനസ് 2 ആണ്. അപ്പോൾ 3 പെൻസിൽസിന്റെ വില 3 ഇൻറ്റു എക്സ് മൈനസ് 2. എക്സ് മൈനസ് 2 2 ടേം ഉള്ളതുകൊണ്ട് ഇവിടെ ബ്രാക്കറ്റ് വേണം. ടോട്ടൽ പ്രൈസ് ആണ്. അപ്പോൾ ഇത് 3ഉം ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ പ്രൈസ് 5 ബുക്കിന്റെ വില, 2 പെന്നിന്റെ വില, 3 പെൻസിലിന്റെ വില. ആകെ വില എന്ന് പറയുമ്പോൾ 5 പെന്നിന്റെ വില പ്ലസ് 5 ബുക്കിന്റെ വില പ്ലസ് 2 പെന്നിന്റെ വില പ്ലസ് 3 പെൻസിലിന്റെ വില. അപ്പോൾ 5 ഇൻറ്റു എക്സ് പ്ലസ് 4 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 74 rupees ചിലവായി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി ഇത് സോൾവ് ചെയ്യും. ഇത് ചെയ്യേണ്ട 5നെ എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആദ്യം 5x, പിന്നെ ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് ഇട്ടു. അടുത്ത് 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 5 ഇൻറ്റു 4 പ്ലസ് അടുത്ത് 2x, അത് അതേപോലെ തന്നെ എഴുതിയാൽ മതി, പ്ലസ് 3 ഇൻറ്റു എക്സ് 3x, മൈനസ് ആണ്, അവിടെ മൈനസ് വരും. 3 ഇൻറ്റു 2 ഈക്വൽ ടു 74. 5x പ്ലസ് 5 ഇൻറ്റു 4 20 പ്ലസ് 2x പ്ലസ് 3x മൈനസ് 3 ഇൻറ്റു 2 6 ഈക്വൽ ടു 74. നെക്സ്റ്റ് ഉള്ളവർക്ക് ആഡ് ചെയ്യാം. 5x പ്ലസ് 2x പ്ലസ് 3x ആഡ് ചെയ്യാം. 5 പ്ലസ് 2 7, 7 പ്ലസ് 3 10x ആണ്. 10x പ്ലസ് 20 മൈനസ് 6, 20 പ്ലസ് 20 മൈനസ് 6, 20 ന് 6 മൈനസ് ചെയ്യാം, 14 ഈക്വൽ ടു 74. ദാറ്റ് ഈസ് 10x ഈക്വൽ ടു 74 പ്ലസ് 14 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം, മൈനസ് 14 ആവും, ഈക്വൽ ടു 74 14 മൈനസ് ചെയ്താൽ 74 4 മൈനസ് ചെയ്താൽ 70, വീണ്ടും 10 കൂടി മൈനസ് ചെയ്താൽ 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10x ഈക്വൽ ടു 60. 10x ഈക്വൽ ടു 60. therefore x ഈക്വൽ ടു ഇൻറ്റു 10 റൈറ്റ് സൈഡിൽ കൊണ്ടുപോവാം ബൈ 10. 60 by 10 ഈക്വൽ ടു 6 rupees. എക്സ് നമ്മൾ പെന്നിന്റെ വിലയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഓരോന്നിന്റെ വിലയൊന്ന് കിട്ടും. പെന്നിന്റെ വിലയാണെന്ന് എക്സ് ആയിട്ട് എടുത്തത് എക്സ് റുപ്പീസ്. ഇനി ബുക്കിന്റെ വില എന്തായിരുന്നു? ബുക്ക് ഈസ് 4 rupees more than the price of pen. x plus 4 equal to 6 plus 6. ഈ 6x ന് 6 ഇവിടെ കൊടുക്കുക. 6 plus 4 equal to 10 rupees. ഇനി പെൻസിലിന്റെ വില എന്തായിരുന്നു? പ്രൈസ് ഓഫ് പെൻസിൽ is 2 rupees ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് പെൻ.
2 rupees less than ആണ് x minus 2 equal to x കൊടുക്കുക 6 ആണ് 6 minus 2 equal to 4 rupees അങ്ങനെ ഓരോന്നിന്റെ വില നമുക്ക് കിട്ടി പെന്നിന്റെ വില 6 rupees ബുക്കിന്റെ വില 10 rupees പെൻസിലിന്റെ വില 4 rupees അപ്പോൾ ഇത് ശരിയാണോ വേണമെങ്കിൽ നോക്കാം പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 4 rupees മോർ ദാൻ ദ പ്രൈസ് ഓഫ് പെൻ പെന്നിന്റെ വില 6നേക്കാൾ 6 പ്ലസ് 4 10 ശരിയാണ് പിന്നെ പെൻസിലിന്റെ വില 2 rupees ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് പെൻ പെന്നിന്റെ വിലയൊക്കെ 2 കുറവ് പെന്നിന്റെ വില 6 minus 2 4 അത് ശരിയാണ് പിന്നെ 5 ബുക്കിന് ഒരു ബുക്കിന് 10 രൂപ അപ്പോൾ 5 ബുക്കിന് 5 into 10 പ്ലസ് പിന്നെ 2 പെന്ന് ഒരു പെന്നിന് 6 രൂപ 2 പെന്നിന് 2 into 6 പ്ലസ് 3 പെൻസിലിന് 3 into പെൻസിലിന്റെ വില 4 3 into 4 equal to 5 into 10 50 plus 2 into 6 12 plus 3 into 4 12 equal to 5 plus 50 plus 12 62 plus 12 74 ശരിയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 74 അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ചെയ്തത് ശരിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും